ഹബീബീസ്, അങ്ങനെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതാ രത്ലം ജംഗ്ഷൻ എത്താനായി. ആ കാണുന്നത് ഒരാൾ നമ്മുടെ അരുണേട്ടനും പിന്നെ പഞ്ചാബിൽ കായക്കാടത്തുന്ന ടീച്ചർ. അങ്ങനെ സൊമാറ്റോയിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ടാണ്. സൊമാറ്റോയിൽ ഫുഡ് ഇപ്പോൾ ഒരു രത്ലത്തിലെത്താനായി. അപ്പം കേൾക്കൊന്നും അറിയില്ല. അപ്പോൾ രത്ലത്തിൽ ഇപ്പോഴും 5-ൽ ഫുഡ് ഓർഡർ ചെയ്തിട്ട് നോക്കാം. അങ്ങനെ രാത്രി ഒരു 8:54 ആയപ്പോൾ നമ്മൾ രത്ലം ജംഗ്ഷനിലെത്തി. അങ്ങനെ രത്ലം ജംഗ്ഷൻ നമ്മൾ സൊമാറ്റോ ഓർഡർ വേണ്ടി കാത്തിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ സൊമാറ്റോന്ന് ഫുഡ് വന്ന് നമ്മളിതാ പലരും പലതും ഓർഡർ ചെയ്തിരിക്കണം കേട്ടോ. ഞങ്ങൾ പൊറാട്ടയും ചോറും, പൊറാട്ട കേട്ടോ, പൊറാട്ട അല്ല പൊറാത്ത. അങ്ങനെ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് നൈസായിട്ടിരുന്ന് കഴിച്ച്. പിറ്റേന്ന് രാവിലെ കഴിയുമ്പോൾ നമ്മളെ ഒരു 3 മണിയായപ്പോൾ നമ്മുടെ ആനക്കാണ് വിളിച്ചിട്ട് പറഞ്ഞ് നമ്മൾ ഇറങ്ങാനായിക്കണ്. രാവിലെ നീച്ചപ്പോഴാണെങ്കിലോ തലേദിവസം പറഞ്ഞ യാത്ര ചെയ്യുന്ന സമയത്തേക്ക് ഒരു ക്ലൈമറ്റ് മാറിക്കഴിഞ്ഞാൽ ജലദോഷവും തലവേദനയും ഒക്കെ കൂടിയായിട്ട് അങ്ങോട്ട് മനുഷ്യന് തലയിൽ എന്തോ ഒരു കനം നിൽക്കണ പോലെയായിരുന്നു ഡൽഹി എത്തിയ സമയത്ത്. 2 മാസത്തിന് ശേഷം വരികയാണ്. വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. മനുഷ്യന് ജലദോഷമൊക്കെ പിടിച്ച് ആകെ കൊളാവും. 2 ദിവസങ്ങൾ ഒരു കടത്തായിരിക്കും, പിന്നെയാണ് പൊന്തുക. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട് ചങ്ങന്മാരെ? ഉണ്ടെങ്കിൽ കമൻറ്റ് കിട്ടോ, കമൻറ്റ് തെറപ്പിക്കും. ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാവുന്ന ആൾക്കാർക്ക്. എനിക്കുണ്ട് കേട്ടോ, എനിക്ക് എപ്പോഴും അങ്ങനെ ഉണ്ടാവാറുള്ളൂ ഇടയ്ക്കിടയ്ക്ക്. നമ്മൾ നിസാമുദ്ദീന് തൊട്ട് മുമ്പ് സ്റ്റേഷനായ ഫരീദാബാദിൽ എത്തുമ്പോഴത്തേനും നമ്മുടെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. ട്രെയിൻ ഇതാ വളരെ പതുക്കെ നിസാമുദ്ദീനിൽ എത്താനായിക്കൊണ്ടിരിക്കുകയാണ്. ജലദോഷവും തലവേദനയൊക്കെ ആയിട്ട് മനുഷ്യനോട് ഇല്ലാതായപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്, നമ്മുടെ ആകെയുള്ളൊരു പ്രതീക്ഷയാണ് നമ്മുടെ ചായ. അങ്ങനല്ലേ, ചായനല്ലേ നമ്മുടെ പ്രതീക്ഷ ഉണ്ടാകാറെപ്പോഴും അല്ലേ വയ്യാതാകുമ്പോൾ. അങ്ങനെ നമ്മൾ നിസാമുദ്ദീനിലെത്തി. നമ്മൾ പുറത്തേക്കുള്ള വഴി അന്വേഷിക്കുകയാണ് സുഹൃത്തുക്കളെ. 2-3 തവണ മാത്രം പോയാൽ മനസ്സിലാകുന്ന ഒരു ഭീമാകാരമായ സ്റ്റേഷനാണ് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ. കാരണം അതിൽ 15ഓളം കവാടങ്ങളുണ്ട്. അതിൽ എക്സിറ്റ് കണ്ടുപിടിക്കാനാണ് പണി. 15 കവാടങ്ങളല്ല, 15 പ്ലാറ്റ്ഫോംസ്. നമ്മൾ മെട്രോയിൽ നടക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് പോകാനുള്ളത് പിങ്ക് ലൈൻ വഴി യെല്ലോ ലൈനിലൂടെ ഗുരു ടെക് ബഹാദൂർ എന്ന സ്റ്റേഷനിലേക്കാണ്. കാരണം ഞാൻ അവിടെയാണ് നിൽക്കുന്നത്. വിജയനഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. നമ്മളങ്ങനെ യെല്ലോ ലൈൻ പ്ലാറ്റ്ഫോമിലെത്തി. നമുക്ക് പോകേണ്ട സ്ഥലം സമയ്പൂർ ബാദലി. അവിടേക്കാണ് നമ്മൾ എന്ത് ചെയ്യണത്, പോകാൻ നിൽക്കുന്നത് കേട്ടോ. ഇനിയൊരു നീണ്ട 6 മിനിറ്റ് കാത്തിരിപ്പ്. ചങ്ങായിമാരെ, ആ ബാഗിന്റെ വെയിറ്റ് ആണ് ഇരിക്കുന്നത് കേട്ടോ. വല്ലാത്തൊരു വെയിറ്റ് തന്നെ. അവിടുന്ന് വരുന്ന വഴി ഞാനാണെങ്കിൽ ഇങ്ങനെ വസ്വാസം അടിച്ചിട്ട് എല്ലാ സാധനങ്ങളും മൊത്തം കയറ്റി കൊണ്ടുവരും ചെയ്യും, എന്നിട്ട് ഒന്ന് അനുഭവിക്കുകയും ചെയ്യും. 5 മിനിറ്റ് കാത്തിരിപ്പ് ശേഷം ഇനി 1 മിനിറ്റ് കൂടെ നമ്മുടെ വണ്ടി വരാം. നമ്മുടെ മെട്രോ വന്നിരിക്കുകയാണ് ഗൈസ്. സാറേ ഖലേ ഖാൻ എന്ന പിങ്ക് ലൈനിൽ നിന്നും 15 സ്റ്റേഷനുകൾ തണ്ടിക്കൊണ്ട് ഗുരു ടെക് ബഹാദൂർ സ്റ്റേഷനിലേക്ക്. ആ ചെങ്ങായനുണ്ടല്ല, ആ ചെങ്ങായുടെ പോലെ ഞാനും. മൂപ്പരാളും ഇതേപോലെ നോക്കുന്നത് പോലെ തന്നെ ഞാനും ഇടക്കിടക്ക് സ്റ്റേഷൻ നോക്കിക്കൊണ്ടിരിക്കും. കാരണം ഒന്ന് സ്റ്റേഷൻ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ മാറിയാതെ വീണ്ടും നടന്ന് കുഴഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ചു കയറേണ്ടി വരും. അങ്ങനെ നമ്മൾ ഗുരു ടെക് ബഹാദൂർ സ്റ്റേഷനിൽ എത്തിയിട്ടോ. നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. നമ്മൾ പുറത്തിറങ്ങി ഇനി നമ്മൾ എക്സിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ ഇവിടുന്ന് എക്സിറ്റ് അടിക്കാൻ പോവാണ്. നമ്മുടെ ഗുരു ടെക് ബഹാദൂർ യെല്ലോ ലൈൻ വീട്ടിലേക്ക് പോയിട്ട് ബാക്കി കാണാം. ഗേറ്റ് നമ്പർ 1 ആണോ 4 എന്നുള്ള സംശയത്തിലാട്ടോ ഞാൻ. പക്ഷെ വിചാരിച്ച പോലെ തന്നെ നമ്മൾ ലക്ഷ്യം പൂർത്തിയാക്കി തെറ്റുള്ള വാതിലൂടെ നമ്മൾ ഇറങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഓട്ടോറിക്ഷ പിടിച്ച് പോകേണ്ടതാണ്. എപ്പോഴും ഓട്ടോറിക്ഷ പിടിക്കണം കേട്ടോ, പക്ഷെ അത് കുറച്ച് ദൂരം നടക്കണം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓട്ടോറിക്ഷയിൽ തന്നെ പോകാറ്. പക്ഷേ പ്രാവശ്യം ഒന്നും ദൂരം കൂടിയെന്നുള്ളൂ. ഇത്രയും കനം പിടിച്ച് ഞാൻ വരുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടായത് ഇനി ഒരിക്കലും മറക്കാതിരിക്കാനായിരിക്കാം അല്ലേ. അങ്ങനെ നമുക്ക് ഓട്ടോറിക്ഷ കിട്ടി. കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം 5 ആൾക്കാരായാൽ മാത്രമേ ഓട്ടോറിക്ഷ എടുക്കുകയുള്ളൂ. അങ്ങനെ 5 ആൾക്കാരും കിട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ വിജയനഗർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചങ്ങായിമാരെ. അപ്പോൾ നമ്മുടെ നിബാബ് എന്നുള്ള ചാനലിൽ ശരിക്ക് നമ്മൾ ഡൽഹിയിലെ ഒരു സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഞാൻ
എങ്ങനെ ജീവിച്ചു തീർക്കുന്നു, അതേപോലെ തന്നെ ഇവിടുത്തെ മാർക്കറ്റുകൾ, ഇവിടുത്തെ മോണുമെന്റ്സ്, ഇവിടുത്തെ എല്ലാവിധ സാധനങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും ഈ ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ഡൽഹി മാത്രമല്ല നമ്മളെല്ലാ സ്ഥലങ്ങളും പോകുമ്പോൾ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. കൂടുതലും മാർക്കറ്റുകളായിരിക്കും. അപ്പോൾ വരുന്ന വീഡിയോസിലൊക്കെ അതൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, സ്റ്റേ ട്യൂൺഡ് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ഹായ്, ഇതാണ് വിജയനഗർ. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ചെക്കന്മാരുണ്ടെങ്കിൽ ഇടയിൽ കമൻറ്റ് ചെയ്യുക, നമുക്ക് വേണമെങ്കിൽ കണ്ടുമുട്ടൊക്കെ ചെയ്യാം. അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് സഹോദരങ്ങളെ. നമ്മൾ ഇനി റൂമിൽ കയറാൻ പോവാണ്. അപ്പോൾ ഗായ്സ്, അങ്ങനെ ഞാനിത് വീട്ടിൽ കയറി. ഇനി നാളെ മുതൽ നമ്മുടെ ഡൽഹിത്തെ മാർക്കറ്റ്സുകളും വീഡിയോകളും മോണുമെന്റ്സും എല്ലാതും കൊണ്ട് നിറയുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സബ്സ്ക്രൈബ്ഡ്. പിന്നെ ബെല്ലേക്കെന്നൊക്കെ മറക്കണ്ട. അപ്പോൾ ബൈ.